ബലാത്സംഗ കേസിൽ പോലീസ് തിരയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കർണാടകയിൽ ഒളിവിലെന്ന് വിവരം. ഹൊസൂരിലെ ബഗലൂലായിരുന്ന രാഹുൽ കർണാടകയിലേക്ക് കടന്നെന്നാണ് സൂചന. കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. കൂടുതൽ പേരുടെ സഹായം കിട്ടുന്നതായും സംശയമുണ്ട്. രാഹുൽ രക്ഷപ്പെട്ട ചുവന്ന കാർ നടിയുടേതാണെന്ന നിഗമനത്തിലാണ് പോലീസ്. 2 ആഴ്ച കാർ ഫ്ളാറ്റിലുണ്ടായിരുന്നെന്നും വ്യാഴാഴ്ചയ്ക്ക് ശേഷം കണ്ടിട്ടില്ലെന്നും കെയർടേക്കർ SITക്ക് മൊഴി. ഹൊസൂരിലെ ബഗലൂരിൽ നിന്ന് കർണാടകയിലേക്ക് കടന്നു. ഇന്നലെ വരെ കോയമ്പത്തൂരിൽ ഉണ്ടെന്നായിരുന്നു മാപ്രകളുടെ വാദം. ഇപ്പോ ഞാനിത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 20 ശേഷം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ ആരോപണം ഉയർന്നതിന് ശേഷം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെയാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. അന്ന് ആദ്യഘട്ടത്തില് എന്തൊക്കെയായിരുന്നു വാർത്തകൾ നിങ്ങൾ കേട്ടതല്ലേ? പരാതിക്കാരി പരാതി നൽകി, മൊഴി നൽകി, തെളിവുകൾ നൽകി, സ്ക്രീൻഷോട്ടുകൾ നൽകി. ഇതൊക്കെ പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല, പരാതിക്കാരി മൊഴി നൽകി, പക്ഷേ നിയമ നടപടിക്കില്ല എന്നും പരാതിക്കാരി പറഞ്ഞു എന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇല്ല, പരാതിക്കാരെ കണ്ടെത്താൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ ചാക്കെടുത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇല്ല, തെളിവ് ഗർഭചിത്രം നടത്തിയിരിക്കുന്ന ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച്, ക്ലിനിക്കുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു, തെളിവുകൾ ശേഖരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല, ബാംഗ്ലൂരിൽ നിന്ന് തെളിവ് കിട്ടി, രാഹുലിനെ നാളെ അറസ്റ്റ് ചെയ്യും. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇല്ല, ഹൈദരാബാദിൽ നിന്ന് തെളിവ് കിട്ടി, രാഹുലിനെ നാളെ അറസ്റ്റ് ചെയ്യും. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് തെളിവുകൾ കിട്ടി, രാഹുലിനെ നാളെ അറസ്റ്റ് ചെയ്യും. ഇങ്ങനെയായിരുന്നു ചർച്ചകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തുന്നു. അത് കഴിഞ്ഞ് അയാൾ ശബരിമലയിൽ പോകുന്നു. ശബരിമലയിൽ അയ്യനെ കണ്ട് തൊഴുത് വണങ്ങിയതിനു ശേഷം തിരിച്ച് പാലക്കാട്ടേക്ക് എത്തുന്നു. പാലക്കാട്ടെത്തിയ രാഹുൽ മാങ്കൂട്ടം സജീവമാകുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെ സജീവമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിൽ, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ, പ്രചരണങ്ങൾ നടത്തുന്ന രാഹുലിനെ നമ്മൾ കാണുന്നത്. അതങ്ങനെ തീ പിടിച്ച് ഇങ്ങനെ പന്തം പോലെ കത്തിപ്പടർന്ന് പോകുന്നത് അവസരത്തിലാണ് വീണ്ടും അടുത്ത വെടിപൊട്ടുന്നത്. പിന്നെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതിക്കാരി പരാതി ഉന്നയിക്കുന്നു, രേഖാമൂലം പരാതി കൈമാറുന്നു. ഉടനടി തന്നെ ക്രൈംബ്രാഞ്ചിലേക്ക് പരാതി കൈമാറുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ പിന്നെ ഇറങ്ങുന്നു, രാഹുൽ അപ്രത്യക്ഷനാവുന്നു. പിന്നീട് അങ്ങോട്ട് വാർത്തകളുടെ ഒരു മലവെള്ളപ്പാച്ചിലായിരുന്നു അല്ലേ? പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് രാഹുലിന് നിയമോപദേശം, അതുകൊണ്ട് പാലക്കാട് വിടില്ല, രാഹുൽ പാലക്കാട് തന്നെ. പിന്നെ ശ്രീകണ്ഠന്റെ വീട്ടിലുണ്ടെന്ന്, C. ചന്ദ്രന്റെ വീട്ടിലുണ്ടെന്ന്, തങ്കപ്പന്റെ വീട്ടിലുണ്ടെന്ന്, അങ്ങനെ പലരുടെയും വീട്ടിലുണ്ട്, അവിടെയൊക്കെ പോലീസ് എത്തി അന്വേഷിച്ചു എന്നുള്ള വാർത്ത. ഇത് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ എവിടെയാ? പാലക്കാടല്ല, തിരുവനന്തപുരത്ത്. രാഹുൽ തിരുവനന്തപുരത്ത് വക്കീൽ ഓഫീസിൽ വന്നുകൊണ്ട് അവിടെ വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന രംഗവും നമ്മൾ കണ്ടു. അത് കഴിഞ്ഞപ്പോ രാഹുൽ വീണ്ടും കോയമ്പത്തൂരെത്തി. ഇപ്പോ ഹൊസൂരിൽ നിന്ന് കർണാടകയിലേക്കും എത്തി. അതിനിടയിൽ നടിയുടെ കാർ വന്നു. ഇടയ്ക്ക് നടിയുടെ കാർ ചന്ദ്രന്റെ വീട്ടിലെത്തി. ചന്ദ്രന്റെ വീട്ടിൽ നിന്ന് വീണ്ടും നടിയുടെ കാർ രാഹുലിന്റെ കയ്യിലെത്തി. ഇപ്പൊ കാറ് വേറെ പല കാറുകളുമാണ് രാഹുലിന്റെ കയ്യിലുള്ളത്. എങ്ങനെയാണ് എനിക്കിത് മനസ്സിലാവുന്നില്ല. കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ആഹാ, കൊള്ളാലോ. എന്താണെങ്കിലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വലിയ ഒരു കോമഡി എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഈ മാപ്രകളുടെ തലക്കെട്ടുകളാണ്. അന്വേഷണ ഉദ്യോഗസ്ഥര് പാലക്കാട് രാഹുലിന്റെ ഫ്ലാറ്റിൽ വന്ന് അന്വേഷിക്കുന്നു, അവർ തിരിച്ചു പോകുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അവർ കേരളത്തിൽ മാക്സിമം രാഹുൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്നു. അതിനേക്കാളൊക്കെ ഉപരി അന്വേഷണ ഉദ്യോഗസ്ഥർ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട്, പരാതിക്കാരി പറഞ്ഞ മൊഴികളുമായി ബന്ധപ്പെട്ട് പല തെളിവുകളും കളക്ട് ചെയ്യുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. കാരണം രാഹുൽ ഓൾറെഡി വെള്ളിയാഴ്ച തന്നെ ആന്റിസിപ്പേറ്ററി ബെയിലിനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആന്റിസിപ്പേറ്ററി ബെയിലിനുള്ള അപേക്ഷ പോയി കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റിലേക്ക് കടക്കുക എന്ന് പറയുന്നത് അത് സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. അങ്ങനെ അവര് അപ്പോഴാണ് എന്താ ചെയ്യുന്നത്? ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കുന്ന അവസരം വരെ മാക്സിമം തെളിവുകൾ ശേഖരിച്ച് ആന്റിസിപ്പേറ്ററി ബെയിൽ കോടതി പരിഗണിക്കുന്ന ഘട്ടത്തില് ആ ബെയിൽ ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെളിവുകളൊക്കെ കോടതിക്ക് മുന്നിൽ നിരത്താനുള്ള ശ്രമങ്ങളാണ് സാധാരണ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്താറുള്ളത്. അത് തന്നെയാണ് ഇവിടെയും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരെ ഇങ്ങനെ
ആ കോൺസെൻട്രേഷൻ ഇല്ലാതാക്കുന്ന രീതിയിൽ, അവരെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിൽ, അന്വേഷണ ഉദ്യോഗസ്ഥരെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ ഇടക്കിടക്ക് ഒരു സമയത്ത് റിപ്പോർട്ടർ ടിവിയിൽ വലിയ ബ്രേക്കിംഗ്, ആ ബ്രേക്കിംഗ് കഴിഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുമ്പോഴേക്കും ഇപ്പുറത്ത് ന്യൂസ് മലയാളത്തിൽ അതിനേക്കാൾ വലിയ ബിഗ് ബ്രേക്കിങ്ങും. എന്നാൽ അങ്ങോട്ട് ഇപ്പുറത്ത് 24-ൽ എക്സ്ക്ലൂസീവ്. എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് കരുതി ഇറങ്ങി വണ്ടിയിൽ കയറാൻ നിൽക്കുമ്പോഴേക്കും അടുത്ത വലിയ ബിഗ് ബ്രേക്കിംഗ് വരുന്നു ഇപ്പുറത്ത് മനോരമയില് അല്ലെങ്കിൽ ഏഷ്യാനെറ്റില്. അങ്ങനെ മാറി മാറി ബിഗ് ബ്രേക്കിങ്ങുകൾ, എക്സ്ക്ലൂസീവുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോകാമെന്ന് കരുതിയാൽ അങ്ങോട്ട് പോകില്ല, ഇങ്ങോട്ടാണ് ഇങ്ങോട്ട്, അങ്ങോട്ടോ ഇങ്ങോട്ടോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അങ്ങനെ ഒരു കുഴഞ്ഞു മറിഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന നടപടികളാണ് ഈ പറയുന്ന മാപ്രകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. കാരണം ഈ പറയുന്ന പോലീസിന്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവർ വേണമെന്ന് വിചാരിച്ചാല് രാഹുലിനെ അവർ എപ്പോഴോ തൂക്കിയെടുത്ത് അകത്തിട്ടേനെ. അത് വേണ്ട. ഈ അറസ്റ്റ് മാക്സിമം ലേറ്റ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 9 അല്ലെങ്കിൽ ഡിസംബർ 10, 11 അതിനു മുൻപായിട്ട് എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടവും രണ്ടാം ഘട്ട പോളിംഗും നടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് രാഹുലിനെ തൂക്കണം. എന്നാൽ മാത്രമേ ഇതിനെ കൊണ്ടൊരു ഫലമുണ്ടാകുകയുള്ളൂ. ഈ പറഞ്ഞ പൊടിമറകൾ, പുകമറകൾ, ആരോപണങ്ങൾ, വിവാദങ്ങൾ, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ, ഇതിന്റെ ഒരു ചലനം, പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ കാണണമെങ്കിൽ, എന്തിനു വേണ്ടിയിട്ടാണോ ഈ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തത്, ഈ പുകമറകൾ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണോ, ആ ലക്ഷ്യം നിറവേറണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം രാഹുലിനെ പൊക്കണം. എന്നാൽ മാത്രമേ അതിന്റെ ഒരു ചലനം ആ പോളിംഗ് സ്റ്റേഷനിൽ, പോളിംഗിൽ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോ മാക്സിമം ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒന്ന് അങ്ങോട്ട് അമ്മ വരപ്പിക്കണം. മനസ്സിലായില്ലേ? അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഡിവൈഎഫ്ഐക്കാർ എന്താക്കും, ഒന്നുകൂടി ഇതിനെ കലക്കാൻ വേണ്ടിയിട്ട്, ആ മിക്സിങ് പോരാ, കലക്കൽ പോരാ, ഒന്നുകൂടി ആഞ്ഞൊന്ന് കലക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഈശ്വരനെ വലിച്ചിടുന്നു ഇടയിലേക്ക്. ഇപ്പുറത്ത് നിന്ന് സന്ദീപ് വാര്യരെ പിടിച്ച് അതിൻ്റെ ഇടയിലേക്ക് ഇടുന്നു. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥര് അതും കൂടി അവരെ തലയിലായി. അപ്പോൾ അവരെ പുറകെ പോകണം. അങ്ങനെ 2 ദിവസം രാഹുൽ ഈശ്വരന്റെ പുറകെ പോയി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് രാഹുല് ഈ പറയുന്ന ബെല്ലാരിയിലും ഇല്ല, ഹൊസൂരിലും ഇല്ല, കോയമ്പത്തൂരിലും ഇല്ല, എവിടെയും ഇല്ല. പാലക്കാട് ഉണ്ടോന്ന് ചോദിച്ചാല് അത് പറയൂല. ഇതാണ് അവസ്ഥ. അപ്പോ അതിനിടയിൽ ഈ വലിയ തലക്കെട്ടുകൾ മുഖ്യമാണ്. കാരണം ഒരുത്തൻ അവിടെ ബിഗ് ബ്രേക്കിംഗ് കൊടുക്കുക, അവന്റെ ബ്രേക്കിംഗ് തീരുന്നതിന് മുമ്പ് എക്സ്ക്ലൂസീവ് ഇപ്പുറത്ത് വരണമെന്നേ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഇല്ലെങ്കിൽ TRP റേറ്റിംഗ് പോകും. കോടികൾ കൊടുത്തിട്ടും TRP റേറ്റിംഗ് വിലക്ക് വാങ്ങാൻ കഴിയാതെ നിൽക്കുകയാണ്. 100 കോടി കൊടുത്തു ഇപ്പോ പറയുന്നത്. 100 കോടി കൊടുത്തിട്ടാണ് വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഫോം ഫാമിങ്, മനസ്സിലായില്ലേ? മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് ഫോൺ ഫാമിംഗ് നടത്തിക്കൊണ്ട് വ്യൂവർഷിപ്പും ഈ പറയുന്ന റേറ്റിംഗും ഉണ്ടാക്കിയെടുക്കുവാനുള്ള തത്രപ്പാടാ. അതിന് 100 കോടികളാണ് എറിയുന്നത്. ഈ കോടികൾ എവിടുന്നാ വന്നത് എന്ന് ചോദിച്ചാൽ മുട്ടില്ല മരം മുറിച്ച് ഉണ്ടാക്കിയതാണ് ഈ കോടികൾ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ കുറെ ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ട്, സാധാരണക്കാരായ മലയാളികൾ. പ്രബുദ്ധരാണ് നമ്മള്, വലിയ പ്രബുദ്ധതയാ. കാശ് പോക്കറ്റിൽ നിന്ന് പോകുന്നത് മാത്രം നമ്മൾ ആരും അറിയാറില്ല. അതാണ് നമ്മുടെ പ്രബുദ്ധത അതാണ്. പക്ഷെ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ ഗർഭം അറിയാം. രാഹുൽ പീഡിപ്പിച്ച, അലസിപ്പിച്ച ഗർഭത്തെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമുക്ക് മുകേഷിന്റെ ഗർഭത്തെ കുറിച്ച് നമുക്കറിയില്ല, പി ശശിയുടെ ഗർഭത്തെ കുറിച്ച് നമുക്കറിയില്ല. അത് ചോദിച്ചാൽ എനിക്കതിനെ കുറിച്ച് അറിവില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രബുദ്ധത. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഈ നടക്കുന്ന ഒരു തരത്തിലുള്ള മാപ്രകളുടെ ഏർപ്പാട്, അതിൻ്റെ കൂടെ ഈ പറയുന്ന സഖാക്കൾ നടത്തുന്ന ചില കോലിടൽ പരിപാടികൾ കൂടി ആകുമ്പോൾ ഈ കേസ് അല്ലെങ്കിൽ ഈ ഏർപ്പാടുകളൊക്കെ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത് അത് പരാതിക്കാരിയെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ഗൂഢാലോചന എന്നും പറഞ്ഞ് മുന്നിൽ വെക്കുന്ന ഏറ്റവും വലിയ പോയിന്റ് രാഹുലിന്റെ ഗൂഢാലോചനയാണ്.
രാഹുലിന്റെ ഗൂഢാലോചന എന്ന വാദത്തെ ശക്തിപ്പെടുത്തുകയാണ് മാപ്രകളുടെ ഓരോ തലക്കെട്ടുകളും, അവരുടെ ഓരോ സ്റ്റോറികളും, അവരുടെ ഓരോ ബിഗ് ബ്രേക്കിങ്ങുകളും, ഓരോ എക്സ്ക്ലൂസീവുകളും ഈ പറയുന്ന രാഹുലിന്റെ വാദത്തെ ശക്തിപ്പെടുത്തുകയും അത് രാഹുലിന് കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് ഈ പറയുന്ന തലക്കെട്ടുകളും ഈ പറയുന്ന വാർത്തകളും ഒക്കെ മാറുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഈ മാപ്രകളുടെ ഏർപ്പാട്, മാധ്യമ പ്രവർത്തനം എന്ന് ഞാൻ തന്നെ പറയുന്നില്ല, മാപ്രകളുടെ ഈ ഏർപ്പാട് അത് ഇരയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാവുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട കേട്ടോ.